ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം കൺവെൻഷൻ യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പട്ടേക്കാല ശ്രീയേശു വിജയം പ്രാർത്ഥനാലയത്തിൻ്റെ സ്വമേധ കൺവെൻഷനിലേക്കാണല്ലോ നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഈ കൺവെൻഷൻ യോഗങ്ങളുടെ അധ്യക്ഷനായിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന റവറൻഡ് മാർട്ടിൻ ഫിലേന്ദ്രൻ അച്ഛൻ, ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന റവറൻഡ് യേശുദാസ് അച്ഛൻ, ഇന്നലത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിച്ചതായ ശ്രീ തങ്കരാജ് സാറ്, മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കൊയറംഗങ്ങളെ, ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ, ശബ്ദം വിളിച്ചും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ സഭാ കമ്മിറ്റിയിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നിരിക്കുന്ന വിശ്വാസികളെ, ഈ ശബ്ദപരിധിയിലായിരുന്നുകൊണ്ട് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയുള്ളതായ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെയധികം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഈ ദൈവാലയത്തിൽ ആയിരിക്കുന്നത്. ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ചില വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ പരിചയപ്പെടുകയും പലയിടങ്ങളിൽ വെച്ച് കാണുവാനൊക്കെ ഉള്ളതായ ഭാഗ്യം ലഭിച്ചു. എന്നാൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ഈ സഭയിൽ വെച്ച് നടത്തുന്നതായിട്ടുള്ള ഈ കൺവെൻഷൻ യോഗത്തിൽ ഒരു ദിവസത്തെ വചന ശുശ്രൂഷയുമായിട്ട് നിൽക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ഒത്തിരി സമയങ്ങളിലൊക്കെയും ഇവിടുത്തെ മെയിൻ റോഡിലൂടെയൊക്കെ പോകുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഒരു ദിവസം ഇവിടെയുള്ള ഒരു അപ്പൂപ്പനാണ്. അദ്ദേഹം എന്നോട് ഒന്ന് ചോദിച്ചു, റോഡിൽ നിൽക്കുകയാണ്, നടക്കാൻ വയ്യ മോനെ, ഒന്നെന്നെ ഇങ്ങോട്ട് വിടുവാൻ. അപ്പോൾ ഞാൻ ഏകദേശം ഈ സ്ഥലം എത്തിയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ പ്രിയപ്പെട്ട അപ്പച്ചൻ എനിക്ക് നന്ദിയൊക്കെ പറഞ്ഞ് അയക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ വന്നതായിട്ടുള്ള ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും സഭയുടെ ബോർഡൊക്കെയും അവിടെ വെച്ച് കണ്ടു. എങ്കിലും ഇങ്ങനെ ഇന്ന് നിങ്ങളുടെ മധ്യേ ആയിരിക്കുവാൻ ദൈവം എനിക്ക് തന്നായ ഭാഗ്യം നിറഞ്ഞ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വായിച്ചിടതായിട്ടുള്ള യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വചനങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. അതിൻ്റെ 5ഉം 6ഉം വചനങ്ങൾ നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായി എടുക്കാം. അവിടെ പ്രകാരം പറഞ്ഞിരിക്കുന്നു: അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് നിന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഈ അനുഗ്രഹപ്പെട്ടതായിട്ടുള്ള വചനം നമുക്ക് ഏവർക്കും സുപരിതമായിട്ടുള്ളതായ ഒരു ഭാഗമാണ്. ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മുമ്പേ തന്നെ ഒരു സംഭവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഈ വചനത്തിലേക്ക് കേന്ദ്രീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. JV പീറ്റർ എന്ന് പറയുന്നതായ ഒരു ഭക്തനായ മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് 17-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ബോൺ ക്യാൻസർ ബാധിച്ച് മരണത്തോടുകൂടെ മല്ലടിച്ചതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചു നോക്കിയാൽ ഡോക്ടർ പറയുകയുണ്ടായി, ഇനി അധിക നാള് താങ്കൾ ജീവിച്ചിരിക്കുകയില്ല. എന്നാൽ അദ്ദേഹം ഈ 17-ാമത്തെ വയസ്സിൽ ദൈവമുമ്പാകെ ഒരു തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞു. ദൈവം എനിക്ക് ജീവനെ എനിക്ക് തന്നാൽ, ആയുസ് നീട്ടിത്തന്നാൽ, ഇനിയുള്ള നാളുകൾ കർത്താവിന് വേണ്ടി ഞാൻ പാടുക മാത്രമല്ല, കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ട് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ 17-ാമത്തെ വയസ്സിൽ മരണത്തെ മുഖാമുഖമായി കണ്ട ആ JV പീറ്ററിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, മുട്ടുമടക്കിയുള്ള പ്രാർത്ഥന ഏറെ അനുഗ്രഹമായി തീരുവാൻ കഴിഞ്ഞു. ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ നൽകിയുണ്ടായി. അടുത്ത ചെക്കപ്പുകളൊക്കെ നടത്തി നോക്കിയപ്പോൾ ആ ക്യാൻസറിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം നൽകുവാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു. അദ്ദേഹം സമർപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം ദൈവത്തിന് വേണ്ടി പാടുവാനും
അതുമാത്രമല്ല സുവിശേഷ പ്രഘോഷണം നടത്തുവാനും അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് അദ്ദേഹം തീരുമാനമെടുത്തതുപോലെ തന്നെയാണ് നിവർത്തിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച് ചില വർഷങ്ങൾ കഴിയുന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ നോക്കുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ജ്വരപ്പനി ബാധിക്കുന്നതായ അവസ്ഥ വന്നു. അന്നത്തെ കാലഘട്ടത്തിൽ നല്ല ചികിത്സാ സൗകര്യമില്ലാത്തതായ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ആ സന്ദർഭം നമുക്ക് നോക്കിയാൽ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ചു കൊണ്ടു കൊടുത്തു, ഭവനത്തിൽ തന്നെ കഴിയുന്ന അവസ്ഥ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണത്തോടുകൂടെ മല്ലടിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് തന്നെ അദ്ദേഹം കുടുംബത്തോടുകൂടെ മുട്ടുകൾ മടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, 17ാമത്തെ വയസ്സിൽ ഞാൻ ബോൺ ക്യാൻസർ ബാധിച്ച് മരണത്തെ മുഖാമുഖമായി കണ്ട വ്യക്തിയാണ്. എനിക്ക് ആ രോഗത്തു നിന്നുള്ള ഒരു മോചനം പ്രാപിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. എന്നാൽ ഞാൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് ചില വർഷങ്ങളായിട്ടുണ്ട്, എനിക്ക് മക്കളെ ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർഭത്തിൽ എൻ്റെ ഭാര്യ മരണത്തോടുകൂടെ മുഖാമുഖമായിട്ട് ആയിരിക്കുന്ന അവസ്ഥയാണ്. എനിക്ക് ഈ സുവിശേഷ വേളയിൽ കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഭാര്യ എനിക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ദൈവം അവിടെ അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിൻ്റെതായ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്തതായിട്ടുള്ള ഒരു വരിയായിരുന്നു, അവൻ നമുക്കായി ജീവൻ നൽകി ഒരിക്കലോ വലിയ രക്ഷ, ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ കനാൻ ദേശമതേ എന്ന ഗാനം നമുക്കെല്ലാവർക്കും സുപരിതമായ ഒരു പാട്ടാണ്. ഇത് എഴുതിയത് JV പീറ്റർ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യനാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടുകൂടെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ പാട്ടിൻ്റെ നിരഞ്ജന്റെ ചരണങ്ങൾ നമുക്ക് പാടാം. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ, ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാം ദേശമതേ, ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാം ദേശമതേ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതമ്പോ നടത്തണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും, കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ, കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വചനത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി. കുശവന്റെ കയ്യിലെ കണിമണ്ണ് പോലെ നമ്മളെ ഏൽപ്പിക്കണമെന്ന് ഭക്തനായ പാട്ടുകാരൻ പാടുകയുണ്ടായി. കുശവൻ കയ്യിൽ കളിമണ്ണ് പോ അനുദിനം നീ പണിയണമേ. ഇന്ന് രാത്രിയിലും നമ്മുടെ ജീവിതത്തെ കുശവന്റെ കയ്യിലെ കണിമണ്ണ് പോലെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ പോലെ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കർത്താവെ. ഇന്ന് രാത്രിയിൽ കർത്താവെ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആരെല്ലാം സമർപ്പിച്ചുകൊണ്ടായിരിക്കുന്നുവോ ഓരോരുത്തരുടെ ജീവിതങ്ങളെയും പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുക. ഒരു പക്ഷേ വക്ക് പൊട്ടിപ്പോയതായിട്ടുള്ള ഒരു കുടമായിരിക്കാം, വഴുവഴുപ്പുള്ളതായിട്ടുള്ള ഒരവസ്ഥയായിരിക്കാം നമ്മുടെ ജീവിതം. അതുമാത്രമല്ല, തകർന്നുടഞ്ഞുപോയ
ഒരു പാത്രമായിരിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ. പലതരത്തിലുള്ളതായ രോഗങ്ങൾ ബാധിച്ചു, സാമ്പത്തികമായിട്ടുള്ളതായ പല തരത്തിലുള്ളതായ ബാധ്യതകളോടുകൂടെ, അത് മാത്രമല്ല കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാതെ പലതരത്തിലുള്ളതായ അഗ്നി പരിശോധനകളുടെ നടുവിലൊക്കെയും തകർന്നുടഞ്ഞു പോയതായ വ്യക്തി ജീവിതങ്ങളായിരിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവേ, എന്നെ ഒന്ന് വാർത്തു, എന്നെ ഒന്ന് പണിയണമേ. വഴുവഴുപ്പുള്ളതായ എൻ്റെ ഒരു ജീവിതത്തിന്റെ നടുവിൽ ഞാൻ ആയിരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കുവാൻ ഈ നല്ല സന്ദർഭത്തെ നമുക്ക് ഉപയോഗിക്കാം. ജെ.വി. പീറ്ററിന്റെ ജീവിതത്തിൽ അവിടുന്ന് ദൈവം തമ്പുരാൻ ആ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയെങ്കിൽ, ആ കുടുംബത്തെ പ്രയോജനപ്പെടുത്തിയെങ്കിൽ, സുവിശേഷ വേലയിൽ അവിടെ പ്രയോജനപ്പെടുത്തിയെങ്കിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ ദൈവം അവിടെ ജീവനുള്ള വ്യക്തിയാക്കി കൊടുത്തെങ്കിൽ, ഇന്ന് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് അധികമായിട്ട് പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടേതായ ഈ പാത്രത്തിമേലും, ഈ മൺകൂടമായ പാത്രത്തിമേലും സ്വർഗീയ ശക്തിയെ അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആത്മാവേ എന്റെ ജീവിതത്തിലേക്ക്, ഈ പാത്രത്തിലേക്ക് നിറയ്ക്കണമേ. മൺകൂടമായിരിക്കുന്ന ഈ പാത്രത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം കൊണ്ട് ഒന്ന് നിറയ്ക്കുവാൻ ഒഴിഞ്ഞ പാത്രമായി കടന്നു വന്നിരിക്കുന്നു. നിറഞ്ഞൊരു പാത്രമാക്കി തീർക്കുവാൻ, ഒരു മാനപാത്രമാക്കി തീർക്കണമെന്നുള്ള പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിമകളായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വിനയപ്പെടുന്നു. കർത്താവേ, വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടു, അതേ ആത്മാവിനാൽ വിവേചിക്കപ്പെടുവാനുള്ള കൃപ തരണമേ. അടിയേനെ മറച്ച് അവിടുന്ന് എഴുന്നള്ളി സംസാരിക്കണമേ. കർത്താവേ, വിക്കനായ മോശയോടുകൂടെ അവിടുന്ന് സംസാരിച്ചുവെങ്കിൽ അടിയനോട് സംസാരിക്കണമേ നാഥ. കർത്താവേ, ഈ പ്രിയ ജനത്തോട് സംസാരിക്കുവാനുള്ളതായ ദൈവികമായിട്ടുള്ളതായ ദൂത് തരണമേ. അവിടെ തന്നെ സംസാരിച്ചാലും ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കട്ടെ. യേശു വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥന നല്ല പിതാവേയും ആമേൻ. എല്ലാവരും ഇരിക്കാം. യേശു ക്രിസ്തുവിനാൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ വായിച്ചിടതായിട്ടുള്ള വചനം നമുക്ക് ഏവർക്കും സുപരിതമായിട്ടുള്ള ഒരു ഭാഗമാണല്ലോ. ഇസ്രായേൽ ജനത്തോടുകൂടെ സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള ഒരു ശക്തനായിട്ടുള്ള ഒരു പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. നമുക്കറിയാം, ഈ യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തോടുകൂടെ തന്നെ യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക എന്നതാണ്. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ ദൈവാലയത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരുണ്ടാകാം. പലരും ചിലപ്പോൾ ജോലികൾക്ക് പോയവരുണ്ടാകാം. വിദ്യാഭ്യാസ മേഖലയിലായിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാകാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടൊക്കെ ഇന്ന് പകൽക്കാലമായിരുന്നു. എന്നാൽ ദൈവം തമ്പുരാനാണ് നമ്മോടുകൂടെ ആലോചന ചെയ്തത്, നിങ്ങളും എഴുന്നേറ്റ് നിങ്ങളുടെ ആലയത്തിലേക്ക് ചെല്ലുക. യിരെമ്യാ പ്രവാചകനോടുകൂടെ പറഞ്ഞു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. യിരെമ്യാ പ്രവാചന പുസ്തകം 18-ാം അധ്യായം 2-ാമത്തെ വചനത്തും, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും എന്നതാണ്. ഇന്ന് ഈ ആലയത്തിലേക്ക് വന്നിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെയുള്ള ശുശ്രൂഷകൻ ഒത്തിരി സന്ദർഭങ്ങളിൽ പ്രാർത്ഥനകളിലൂടെയും അതുമാത്രമല്ല ഇവിടെയുള്ള അറിയിപ്പിലൂടെയൊക്കെ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും പറഞ്ഞിട്ടുണ്ടാകാം. എങ്കിലും ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ദൈവം ആകർഷിച്ചിട്ടില്ലാതെ ആർക്കും എൻ്റെ സന്നിധിയിൽ വരുവാൻ കഴിയില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഈ ദൈവാലയത്തിൽ നിങ്ങൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. വെറുതെയല്ല വന്നത്, ദൈവം നിങ്ങളെ കാണുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുകയാണ്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് രാത്രിയിൽ ആരെല്ലാം പൂർണ്ണമായി ദൈവരംഗിൽ ഏൽപ്പിക്കുന്നുവോ അവിടെ ജീവിതങ്ങളെ ഏറ്റവും മാനപാത്രമാക്കി മാറ്റുവാൻ, ഏറ്റവും അനുഗ്രഹമായ ഒരു പാത്രമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ യിരെമ്യാ പ്രവാചകനോട് പറയുകയാണ്. എന്താണ് പറഞ്ഞെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് തുടർന്നുള്ളതായ ഭാഗങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. അവനോടുകൂടെ ചിലത് പഠിപ്പിക്കുവാനുണ്ടായിരുന്നു, ചിലത് പറയുവാനുണ്ടായിരുന്നു. അതുകാണ് ദൈവം നമ്മോടുകൂടെ പറയുവാനുള്ളത്. ഈ ആലയത്തിൽ ആരാധനയിലൂടെ, ഓരോ ശുശ്രൂഷകളിലൂടെയും, ഓരോ കൂട്ടായ്മകളിലൂടെയും ദൈവത്തിന് നമുക്ക് ചിലത് പറയുവാനുണ്ട്. അതുകൊണ്ടാണ് ഈ ആലയത്തിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ ഭാഗത്തിലേക്ക് നമ്മൾ സസൂക്ഷ്മം നോക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ആരാണ്,
ദൈവം ആരാണ്? ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ്, അല്ലെ? ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രിയിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ സമർപ്പിക്കുമ്പോൾ കുശവൻ ആരാണ് ചോദിക്കുമ്പോൾ നമ്മുടെ ദൈവം തന്നെയാണ്, അല്ലെ? ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, അവിടുന്ന് ആ സൃഷ്ടി ചരിത്രം നമുക്കെല്ലാം അറിയാം. അതിലേക്ക് ഞാൻ കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് നിലത്തിൽ നിന്നുമാണ് ദൈവം അവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം, അല്ലെ? അവിടെ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് അറിയാം, അല്ലെ? ആ മണ്ണ് കൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് ജീവന്റെ ശ്വാസം മൂക്കിലൂതിക്കൊണ്ട് ജീവനുള്ള വ്യക്തിയായി തീർന്നത് കാണുവാൻ കഴിയും. അതാണ് മനുഷ്യൻ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് അറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മോട് ചോദിച്ച നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരാണ്? വെറും മണ്ണാണ്, അല്ലെങ്കിൽ കളിമണ്ണാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഹങ്കരിച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള പലത്, എനിക്കതുണ്ട്, ഇതുണ്ട്, ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ മൂക്കിലെ ശ്വാസം പോയാൽ പിന്നെ ഒന്നുമല്ല എന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഈ ശ്വാസം ദൈവത്തിന്റെ ഏറ്റവും വലിയതായിട്ടുള്ള ദാനമാണ്. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റവും അനുഗ്രഹമുള്ളതായി തീർക്കുവാൻ കഴിയും. എന്താണ് ഈ പാത്രത്തിൻ്റെതായ ഒരു പ്രത്യേകത എന്ന് നോക്കിയാൽ, ഇത് ദൈവം മെനഞ്ഞതായിട്ടുള്ള പാത്രമാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം മെനഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ദൈവം മെനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഏറ്റവും വിശിഷ്ടത ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ അടുത്ത 3-ാമത്തെ വചനത്തിൽ നോക്കുമ്പോൾ, അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ്. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ദേവാലയത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രോഗികളായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ രോഗങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ദൈവം മനസ്സിലുള്ളവനാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോടുകൂടെ, കണ്ണുനീരോടുകൂടെ, നിരാശകളോട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കടഭാരങ്ങളെ മാറ്റിത്തരുവാൻ ദൈവത്തിന് കഴിയും. അതുമാത്രമല്ല, വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരുപക്ഷെ പഠിക്കുവാൻ ബുദ്ധിയില്ല, എത്ര തന്നെ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഒരു പരീക്ഷകാലം അടുത്തു വരികയാണ്, വളരെ ടെൻഷനോടുകൂടെ ആയിരിക്കുന്ന മക്കളുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തോടുകൂടെ ദൈവവചനം പറയുകയാണ്, നിങ്ങൾക്ക് ബുദ്ധി കുറവായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായിട്ട് നൽകുന്ന ദൈവത്തോട് ചോദിക്കുക എന്ന് ദൈവവചനത്തെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുമാത്രം പരിസരങ്ങളായിരുന്നു കേൾക്കുന്നുണ്ടെങ്കിൽ, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടിരിക്കുന്ന മക്കളുണ്ടാകാം. അവിടെ ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ മദ്യപാനത്തിന്റെ ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിലായി തകർന്നുടഞ്ഞതായ പാത്രം പോലെ ഇരിക്കുന്നതായ ജീവിതങ്ങളുണ്ടാകാം. അവിടെ ജീവിതങ്ങളെല്ലാം ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അവരെ ഏറ്റവും ദൈവത്തിന് ഇഷ്ടമുള്ളതായ പാത്രങ്ങളാക്കി മാറ്റുവാനാണ്. ഇവിടെ വചനത്തിൽ പറയുന്നത്, അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് കർത്താവ് ഈ ആരാധനാലയത്തിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് എത്ര പേർക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് യാക്കോബ് പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെതായ നന്മകൾ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി കഴിയണം. വെറുതെ വന്ന് വെറുതെ പോകുന്നവരായിട്ടല്ല, വെറുതെ പോകുന്നവരായിട്ടല്ല, ദൈവത്തുള്ളതായ അനുഗ്രഹം പ്രാപിച്ചു കർത്താവേ, ഏറ്റവും അനുഗ്രഹമുള്ള ഒരു പാത്രമാക്കി എന്നെ ഇന്ന് മാറ്റണമേ എന്ന് പറയുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ ഒരു സുവിശേഷ പ്രവർത്തകൻ, അദ്ദേഹം താൻ സുവിശേഷം അറിയിക്കുവാനായിട്ട് ഇങ്ങനെ ഓരോ വീട് തോറും കയറി ഇറങ്ങി നടക്കുകയാണ്. ഈ കയറി ഇറങ്ങി നടക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ അദ്ദേഹം ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ പോയപ്പോൾ മനോഹരമായിട്ടുള്ളതായ കളിമണ്ണ് കൊണ്ട് ചെയ്തതായ പാത്രങ്ങളിരിക്കുകയാണ്. അദ്ദേഹം ആ വീട്ടിലുള്ളതായ അദ്ദേഹം പറഞ്ഞു, ഇത് എല്ലാം ഞാൻ ഉണ്ടാക്കിയ പാത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. വളരെ കൗതുകമുള്ളതായ നല്ല നല്ല പാത്രങ്ങളുണ്ട്. ചിലതൊക്കെ പെയിന്റൊക്കെ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ ചിത്രങ്ങളൊക്കെ കൊത്തിയിട്ടുണ്ട്, ചിലതിലൊക്കെ പലതരത്തിലുള്ളതായിട്ടുള്ള സീനറികളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം കയറി ഓരോ റൂമുകൾ കയറി കാണുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ കുശവനായിട്ടുള്ള വ്യക്തി, ആ പാത്രങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെതായ പ്രാർത്ഥന മുറിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയപ്പോൾ അവിടെ മനോഹരമായിട്ടുള്ളൊരു പാത്രം ഇരിക്കുന്നു, ഒരു വലിയൊരു പാത്രം ഇരിക്കുകയാണ്. ആ പാത്രം നല്ല പെയിന്റൊക്കെ ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, അതിൽ മനോഹരമായിട്ടുള്ള ഒരു വചനം എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നതായ വചനം അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൽ മാത്രമല്ല, അതിൽ മനോഹരമായ ചിത്രമുണ്ട്, ഒരു ബൈബിളിന്റെ പടമുണ്ട്. ഇതൊക്കെ മനോഹരമായിട്ടുള്ള കൗതുകമാണ്. എന്നാൽ ഈ ആ കുശവനായിട്ടുള്ള ആള്, അല്ലെങ്കിൽ അത് ഈ പാത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആള് പറയുകയുണ്ടായി, താങ്കൾക്ക് അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകർക്ക് താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം എടുത്തുകൊള്ളാം. അദ്ദേഹം നോക്കിയപ്പോൾ പറഞ്ഞു, ആ ഒരു പാത്രം
തന്നാൽ മതിയാകും. അപ്പോൾ ഈ കുശവനായിട്ടുള്ള ആള് ഇതിന്റെ ഉടമസ്ഥൻ പറയുകയാണ്, ഒരു കാരണവശാൽ ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞാലും ഈ പാത്രം ഞാൻ തരികയില്ല. ഈ പാത്രത്തിന് പറയുവാൻ ഒരു കഥയുണ്ട്. ആ കഥയെന്ന് പറയുന്നത്, ഞാൻ വളരെയധികം മദ്യപാനിയായിരുന്നു. ഭവനത്തിൽ മക്കളെയും ഭാര്യയൊക്കെ മർദ്ദിക്കുന്നത് അനുഭവമുണ്ട്. ഉണ്ടാക്കി വെക്കുന്നത് ആഹാരം പോലും കഴിക്കുന്നതായ ഒരു സ്വഭാവം ഇല്ലായിരുന്നു. മക്കൾ പോലും കഴിക്കുകയില്ല. അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുവാനായിട്ട് ഞാൻ അനുവദിച്ചിരുന്നില്ല. എൻ്റെ നാട്ടുകാർക്ക് ഞാനൊരു ശാപമാണ്. കാരണം എന്നെ കൊണ്ട് തലവേദനയാണ്. ഞാൻ അടുത്തുള്ളവരോട് കൂടെ വല്ലാത്ത രീതിയിൽ വഴക്ക് പറയും, അവരെ ചീത്ത പറയും. സുവിശേഷം നിങ്ങളെപ്പോലുള്ളതായ സുവിശേഷം കൊണ്ട് നടക്കുന്നവരെ പറയും, നിങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം ഇതുപോലെ ഈ പാത്രമെടുത്ത് ഞാൻ എറിയാണ്. ഞാൻ ഉണ്ടാക്കിയ പാത്രമെടുത്ത് തന്നെയാണ് ഞാൻ എറിയാണ്. മക്കളോടും ഭാര്യയോടും ദേഷ്യം വന്ന് ഞാൻ എടുത്ത് എറിഞ്ഞുടച്ചതായിട്ടുള്ളൊരു പാത്രമാണ്. എന്നാൽ എൻ്റെ വീട്ടിലേക്ക് സുവിശേഷം എത്തിയത് എവിടെ നിന്നാണ്? ഞാൻ ഒരു ദിവസം ഇതുപോലെ വളരെയധികം മദ്യപിച്ച് ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കടക്കുന്നതായ അവസ്ഥയിൽ ഇതുപോലെ ഒരു കൺവെൻഷൻ ഒരു ദൈവാലയത്തിൽ നടക്കുകയാണ്. അവിടെ തൊട്ടടുത്ത് മൈക്രോഫോണെല്ലാം വച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെതായ കർണപടങ്ങളിലേക്ക് ഈ സുവിശേഷം വന്നെത്തുകയാണ്. ഈ സുവിശേഷം എത്തിയപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു തീരുമാനമെടുക്കുവാൻ, ഈ യേശുവിന് എനിക്ക് ആവശ്യമാണ്. അദ്ദേഹം മുട്ടിന്മേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയായി തീരുന്നു. എന്നിട്ട് ഇദ്ദേഹം ഉടച്ച ദിവസത്ത് തന്നെ ഈ പാത്രത്തെ എടുത്ത് അദ്ദേഹം തുടർന്നുള്ളതായ ദിവസങ്ങളിൽ അതിനെ ഒന്ന് പുതുക്കി പണിയാൻ തുടങ്ങി. അതിന്റെ കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് യേശു വന്നു, സുവിശേഷം വന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. പഴയ മനുഷ്യനല്ല അദ്ദേഹം ഒരു കുശവനാണ്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ ഉടച്ച പാത്രത്തെ തന്നെ അതിനെ ഒന്ന് വാർത്തെടുക്കുവാൻ തുടങ്ങി. അതിനെ പെയിന്റ് ചെയ്തു, മനോഹരമായ വാക്യം എഴുതി പഠിപ്പിച്ചു, ചിത്രങ്ങൾ അതിൽ വരച്ചു വെച്ചു. ഇതെന്നും എൻ്റെ ജീവിതത്തിൽ ഓർമ്മയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇത് ഓർമ്മയാണ്. അതുകൊണ്ട് ഇത് കാണുമ്പോഴെല്ലാം എൻ്റെ ജീവിതത്തെ ഓർക്കുകയാണ്. അതുകൊണ്ട് ഇത് ലക്ഷങ്ങൾ തന്നാലും ആർക്കും കൊടുക്കില്ല, മറ്റേതെങ്കിലും പാത്രം ചോദിക്കാം എന്ന് പറയുണ്ടായി. എന്നാൽ അത് നമുക്ക് വിടാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചതായ നിമിഷങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളിൽ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അവന് വേണ്ടി എത്രത്തോളം നമ്മുടെ ജീവിതമാകുന്ന പാത്രം എത്രത്തോളം പ്രയോജനം ചെയ്യുന്നുണ്ട് നോക്കുക. ഒരു പാത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ആ പാത്രത്തിനല്ല അതിനെ കൊണ്ട് ആവശ്യമുള്ളത്. ഒരു പാത്രം മറ്റുള്ളവർക്കാണ് ആവശ്യം. ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തോട് പറയാണ്, നീ ഭൂമിയുടെ ഉപ്പാകുന്നു, ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് നമ്മെ തീർത്തിരിക്കുമ്പോൾ തിരുസഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് വെളിച്ചം വീശുവാൻ, അന്ധകാരത്തിലിരിക്കുന്ന മനുഷ്യർക്ക് വെളിച്ചം കൊടുക്കുവാനാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ സ്വമേധ സുവിശേഷ കൺവെൻഷൻ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് നടത്തുന്നു ചോദിച്ചാൽ, ഒരു സമയത്ത് ആദ്യമായിട്ട് ഒരു കൊച്ചു പള്ളിയിൽ അന്നൊക്കെ ഞങ്ങൾ കൊച്ചു കുട്ടികളാണ്. ആ സമയത്ത് ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ആ സമയത്ത് ഒരു കൊച്ചു പള്ളിയിൽ അവിടെ കൺവെൻഷൻ നടത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ആ സമയത്ത് ഇങ്ങനെ മണിയം പ്രസംഗിയാർ ദൈവാലയത്തിൽ കൺവെൻഷന് വേണ്ടി സ്വമേധയായിട്ട് കൺവെൻഷന് പോവുകയാണ്. ഇതുപോലെ തന്നെ മൈക്രോഫോണിൽ കൂടെ ഒരു കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നതായിട്ടുള്ള ഒരാള് ഈ സുവിശേഷം കേൾക്കുകയാണ്. അദ്ദേഹം അന്ന് രാത്രിയിൽ ആത്മഹത്യ ചെയ്യുവാനിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ സുവിശേഷം കേട്ട് മണിയം പ്രസംഗിയാരുടേതായിട്ടുള്ള അനുഭവ സാക്ഷ്യവും അതുമാത്രമല്ല ദൈവവചനവും കേട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ കൺവെൻഷൻ തീരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഓടി ദേവാലയത്തിലേക്ക് വന്നു. അദ്ദേഹം മുട്ടിമടക്കി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അന്ന് ആരംഭിച്ചതായ സ്വമേധയാണ് ഈ സുവിശേഷ വേല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളും സഭാ ശുശ്രൂഷകരായിരിക്കുന്നു, ഞങ്ങൾക്കും പല ശുശ്രൂഷകൾ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ കിട്ടുന്ന സമയങ്ങളൊക്കെയും ഇതിന്റെ പിന്നിലൊക്കെ ആയിരിക്കുന്നത്. ഇത്രയും ഒത്തിരി പേര് പല സ്ഥലങ്ങളിലുള്ളവരാണ് ഇത്രയും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞ യേശുവിനെ ഇന്ന് അറിയാത്തവരറിയണം. അവരെ യേശുവിന്റെ ജീവിതത്തിലെ അവരുടെ ജീവിതങ്ങളെ മാനപാത്രമായി അവിടെ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഏൽപ്പിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ അവൻ പണിയുന്നവനാണ്, അവൻ നമ്മുടെ ജീവിതങ്ങളെ വാർത്ത എടുക്കുന്നവനാണ് എന്ന് പറയുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മധ്യമായിരിക്കുമ്പോൾ തന്നെ തീർച്ചയായും ഓർക്കുവാൻ കഴിയുന്നത് ഇതാണ്, നമ്മളൊന്നിനും ഇതിനൊന്നും യോഗ്യതയുള്ളവരല്ല. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതാണ്, കർത്താവ് നമ്മെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇന്നലെ രാത്രിയിൽ
ഞാൻ ഏറ്റവും ഒരുപാട് താമസിച്ചാണ് ഞാൻ കടന്നു വന്നത്. ഇന്നലെ രാത്രിയിൽ അവസാനത്തിൽ ഞാനൊരു പാട്ട് പാടി. എൻ്റെ ഭാര്യ എഴുതിയ ഒരു പാട്ടാണ്, അത് വർഷങ്ങളായി എഴുതിയ ഒരു പാട്ടാണ്. അതിനെ ഞാനാണ് ട്യൂൺ ചെയ്തത്. ആ പാട്ടിൻ്റെ വരികളെന്ന് നോക്കുമ്പോൾ ഇത് തന്നെയാണ്. ആ പാട്ട് ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത്: വെറും ചേറായിരുന്നെന്നെ മെനഞ്ഞു നീ തൃക്കൈകളാ, ഊതി നിൻ ശ്വാസമെന്നിൽ നിൻ പൈതലായി എന്നെ മാറ്റി. വെറും ചേറായിരുന്നെന്നെ മെനഞ്ഞു നീ തൃക്കൈകളാ, ഊതി നിൻ ശ്വാസമെന്നിൽ നിൻ പൈതലായി എന്നെ മാറ്റി. നന്ദി ചൊല്ലിടാം, നന്ദി ചൊല്ലിടാം, നാഥനു നന്ദിയേകിടാം. സ്തുതിച്ചിടാം, സ്തുതിച്ചിടാം, നാഥന് സ്തുതിച്ചിടാം. നന്ദി ചൊല്ലിടാം, നന്ദി ചൊല്ലിടാം, നാഥനു നന്ദിയേകിടാം. സ്തുതിച്ചിടാം, സ്തുതിച്ചിടാം, നാഥന് സ്തുതിച്ചിടാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ വെറും ചേറായിരുന്ന ഇടത്തുനിന്നുമാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. വെറും ചേറായിരുന്ന ഇടത്തുനിന്നാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മൾ ആരാണ്? വെറും ചേറായിരുന്നവരാണ്, വെറും ചെളിയായിരുന്നവരാണ്, വെറും കുഴഞ്ഞ് ചേറ്റിൽ നിന്നും അവൻ എന്നെ ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ തൂക്കി നിർത്തിയിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ നാട്ടിലുള്ള യാതൊരു കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. എവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നത് നോക്കുമ്പോൾ അറിയാം, മണ്ണിൽ നിന്നുമാണ്, ഇല്ലേ? ചതുപ്പിന്റെ ഇടയിൽ നിന്നുമാണ് ഈ മണ്ണിനെടുത്തത്, അല്ലെങ്കിൽ ഈ കളിമണ്ണിനെടുത്തത്. ഈ അതായത് മാലിന്യങ്ങൾ കിടക്കുന്നതായ ഒരിടത്തു നിന്നാണ്. അതായത് പാപത്തിൻ്റെതായ അവസ്ഥയിലായിരുന്നു നമ്മുടെ ജീവിതം, പാപത്തിൻ്റെതായ നിറച്ചേറ്റിലായിരുന്നതായ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളെയാണ് കർത്താവ് അവിടെ നിന്ന് തൂക്കിയെടുത്തത്. മകനെ, മകളെ, നീ കലങ്ങിപ്പോകണ്ട. മകളെ, നീ തകർന്നു പോകാനുള്ളവനല്ല. അതുകൊണ്ട് നീ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്, നീ എനിക്ക് ഏറ്റവും പൊന്നാമന പുത്രനാണ്, പുത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. ഈ കർത്താവ് നമ്മുടെ ജീവിതങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ ദൈവം തമ്പുരാൻ മെനഞ്ഞതാണ്, അല്ലെ? ദൈവം തമ്പുരാൻ മെനഞ്ഞതാണ്. ഈ മണ്ണിൽ നിന്നും നമ്മെ മെനഞ്ഞെങ്കിൽ നമ്മൾ ഈ മണ്ണിലേക്ക് തിരിഞ്ഞു പോകേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, ദൈവം നമ്മെ എത്രത്തോളം അതിശയകരമായി നമ്മെ ചേർത്തിരിക്കുന്നെങ്കിൽ, ദൈവം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവത്തിന്റെ പൈതലാക്കി തീർത്തിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് ഏറ്റവും മാനപാത്രമാണ്. നമ്മൾ ആർക്കും വേണ്ടാത്ത പാത്രമെന്ന് തോന്നാം, എല്ലാവരും അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്ന തോന്നാം, എന്നാലും ദൈവത്തിന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ ഈ വചനഭാഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ 3-ാമത്തെ വചനത്തിൽ തന്നെ പറയുന്നത്, അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. ഒരുപക്ഷെ നമ്മുടെ ജീവിതം നമുക്ക് പറയുവാൻ കഴിയും, ദൈവം എന്നെ ഉണ്ടാക്കിയ പാത്രമാണ്. അതുമാത്രമില്ല, കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തു. ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോയിട്ടില്ലേ? വീണ്ടും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതായ തരത്തിൽ ഉപയോഗിക്കുവാൻ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതം ശരിയായതൊരു പാത്രമായിരിക്കുന്നില്ല, ശരിയായ തരത്തൊരു പാത്രം ഞാൻ ആയിരിക്കുന്നില്ല കർത്താവ് എന്ന് പറയാൻ കഴിയണം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഉടഞ്ഞതായ പാത്രം നിങ്ങൾ ആരെങ്കിലും എടുത്ത് വീട്ടിൽ വരുന്ന ആർക്കെങ്കിലും വെള്ളം കൊടുക്കുവോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കൊടുക്കുവോ? ഇല്ല. നല്ല പാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുകയുള്ളൂ. പ്രിയമുള്ളവരെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇന്ന് പാപത്തിലായിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതം കർത്താവിന് അകന്നു പോയെങ്കിൽ, മുടിയനായ പുത്രനെ പോലെ നമ്മൾ അകന്നുപോയി, അപ്പനിൽ നിന്ന് അകന്നു പോയെങ്കിൽ, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി, ഇനി നിന്റെ മകനൊന്ന് വിളിക്കുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുശവനിലേക്ക് നമ്മുടെ ഈ പാത്രത്തെ നമ്മൾ കൊടുത്താൽ, ഈ ജീവിതമാകുന്നതായ പാത്രത്തെ കൊടുത്താൽ, അവൻ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ശരിയാക്കിയെടുക്കുവാൻ, ഈ ചീത്തയായി പോയ പാത്രത്തെ ഒന്ന് പുതുക്കുവാൻ, നേരത്തെ പറഞ്ഞ ആ ഉദാഹരണത്തെ പോലെ തന്നെയാണ് അതിനെ രൂപപ്പെടുത്തുവാൻ. ഒരു കുശവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ആ കുശവൻ അതിനെ മെനഞ്ഞുവെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വക്കുടഞ്ഞാലും, അതുമാത്രമല്ല അത് വഴുവഴുപ്പുള്ളതായിട്ടുള്ള ആദ്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ കുശവന്റെ കയ്യിലൂടെ ഇങ്ങനെ ഇത് കയറി ഇറങ്ങി പോകുമ്പോൾ വഴുവഴുപ്പുള്ളതായി അത് ചുളുങ്ങിപ്പോയാലും ആ കുശവൻ വീണ്ടും അതിനെ ഏതെല്ലാം രീതിയിലാക്കിയെടുക്കും. മറ്റും ഒരുപക്ഷെ ആദ്യം ഒരു കൂജയാണ് ഉണ്ടാക്കിയെങ്കിൽ
ആ കൂജ അതിന് നോക്കിയപ്പോൾ അത് വികൃതമായിരിക്കുകയാണ്. എനിക്കിത് വേണ്ട, എനിക്കിതിനെ മറ്റൊരു ഒരു ശില്പമാക്കി മാറ്റണമെന്ന് കുശമി വിചാരിച്ചാൽ വീണ്ടും അതിനെ കുഴച്ച് മറിച്ച് വീണ്ടും നല്ല രീതിയിൽ മറ്റൊരു ശില്പമാക്കി മാറ്റുവാൻ കഴിയും. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിനാണ് പൂർണ്ണമായി സ്വാതന്ത്ര്യം. അതിനെ ഏത് രൂപത്തിലാക്കുവാൻ, ഏത് ഭാവത്തിലാക്കുവാൻ, ഏത് രീതിയിലാക്കണമെന്ന് ദൈവത്തിനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മെ നിർമ്മിച്ചതായ ദൈവം വെറുതെ നമ്മെ ഈ ലോകത്തിലേക്ക് നമ്മെ നിർമ്മിച്ചു വിട്ടതല്ല. നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വചനം പറയുന്ന ചൂണ്ടൽ കൊണ്ടും കൊളുത്തുകൊണ്ടും പിടിക്കുമെന്നതാണ്. ദൈവം പല പ്രാവശ്യം നമ്മെ ഇങ്ങനെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കും. എന്നാൽ അതിലേക്ക് നമ്മൾ ആകുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ അറിയാം, നമ്മുടെ വീടുകളിലൊക്കെയും മുമ്പ് ഈ ടാങ്കിലൊക്കെയും, ഒരുപക്ഷെ എൻ്റെ വീട് എന്ന് പറയുന്നത് കാഞ്ഞിരകുളത്താണ്. മുമ്പൊക്കെ എന്ന് പറയുന്നത് അവിടെ ജലക്ഷാമം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. കാഞ്ഞിരകുളത്തൊക്കെയും മുമ്പൊക്കെയും ഉള്ള നോക്കിയ അവസ്ഥ. ഇന്ന് എല്ലാ വീടുകളിലൊക്കെയും പൈപ്പിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അന്നത്തെ കാലഘട്ടങ്ങളിൽ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ടാങ്കുകളൊക്കെയും ചെയ്തിട്ടുണ്ട്, സിമെന്റ് ടാങ്കുകളൊക്കെയും. അപ്പോൾ ഈ ടാങ്കിലൊക്കെയും പിന്നീട് വെള്ളത്തിൻ്റെതായ ലഭ്യതയൊക്കെ കൊണ്ട് പിന്നീട് ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ നമുക്കൊരു കൗതുകമുണ്ടല്ലോ, മീൻ വളർത്തുന്ന കാര്യം. അപ്പോൾ ഈ മീനൊക്കെ ഇങ്ങനെ വളർത്തിയിടും. ഈ മീനൊക്കെ വളർത്തിയിടുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ കടന്നു വരുമ്പോൾ അവരൊക്കെ ചോദിക്കുമ്പോൾ മീൻ കൊടുക്കും. അല്ലെ, അവർ വീട്ടിൽ പോകുമ്പോഴും നമുക്ക് മീനൊക്കെ പിടിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യും. നമ്മുടെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമുക്കറിയാം അതിലൊന്നും ഇറങ്ങി പിടിക്കാറില്ല. ഒരുപക്ഷെ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്നതാണ്, ഒന്ന് മുകളിൽ നിന്ന് ഈ ബക്കറ്റിട്ട് നൊന്തിയും കോരി നോക്കും, മീൻ വരുന്നെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത് അതിന് കുറച്ച് വെള്ളം വറ്റിക്കും, അല്ലേ, എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കും. കുറച്ച് വെള്ളമൊക്കെ വറ്റിക്കുമ്പോൾ വീണ്ടും പിടിക്കും. പിന്നെ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, തോർത്തും എന്തെങ്കിലും എടുത്തുകൊണ്ട് രണ്ടുപേരായിട്ട് ഇറങ്ങും. മീൻ എന്ത് ചെയ്യണം, പിടിച്ചു തന്നെ ആകണം. അതിനെ നമ്മൾ എന്ത് ചെയ്യും, പിടിച്ചെടുക്കും, അല്ലേ. അത് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം ഈ ലോകത്തിലേക്ക് നമ്മൾ ആക്കിയിരിക്കുന്നെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം പല സന്ദർഭങ്ങളിലും പുരോഗതിയിലൂടെ പറയും, എല്ലാ ഞായറാഴ്ച ആലയത്തിൽ വരണം, പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, സഭയിലുള്ളതായ സംഘടനയിൽ പങ്കെടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യണം എന്നൊക്കെയും ശുശ്രൂഷയിലൂടെയൊക്കെ പറയും. പലപ്പോഴും എന്ത് ചെയ്യില്ല, കേൾക്കത്തില്ല, അല്ലേ, ഇദ്ദേഹത്തിന് വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നീടൊക്കെ മനസ്സിലാക്കും. പിന്നെ അവൻ ഇങ്ങനെ ദൈവം തമ്പുരാൻ അവനെ എങ്ങനെയെങ്കിലും ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹം, അവൻ ഒരിക്കൽ സമ്മതിക്കില്ല. പിന്നീട് നോക്കുക, അവൻ എങ്ങനെയെങ്കിലും രീതിയിൽ ദൈവം തമ്പുരാൻ ദൈവത്തിന് ഇഷ്ടമുള്ളതായ മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവം അവനെ തിരഞ്ഞെടുക്കുമെന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് തന്നെ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാത്രമാക്കി മാറ്റും. നമ്മുടെ ജീവിതം ചീത്തയായി പോകുവാൻ, ആരും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ളതായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കില്ല. ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമായ രീതിയിലേക്ക് ആക്കുന്നതായ ഒരു അനുഭവമായിരിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമാണ്. നമ്മെ ഈ ജീവിതങ്ങളെ കൊടുത്ത തീർച്ചയായും ആ ദൈവം തമ്പുരാൻ ആ രീതിയിൽ നമ്മെ ആക്കുന്നവനാണ്. അതുകൊണ്ട് ഈ പാത്രം ചെയ്യുന്നതായ അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പാത്രം ഒരുപക്ഷെ വക്കുടഞ്ഞതായ പാത്രമായി പോകാം. ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ ഇരിക്കുമ്പോൾ വക്കുടഞ്ഞു പോകാം. ഇന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും, അല്ലേ. മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നമുണ്ടാകും, മക്കൾ തമ്മിൽ പ്രശ്നമുണ്ടാകും, അമ്മാവിയും മരുമകനും ഒക്കെ പ്രശ്നമുണ്ടാകും, അല്ലെ, മരുമകളും പ്രശ്നമുണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരിക്കൽ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. ഒരു സഹോദരി ഒരു തിരുവത്താഴ് ദിവസമാണ്, പള്ളിയിൽ തിരുവത്താഴ് എടുക്കും വരും. നമുക്കറിയാം, തിരുവത്താഴ് ദിവസത്തെ നമ്മൾ ഏകദേശം വെള്ള വസ്ത്രമൊക്കെ ധരിച്ചാണ് വരുന്നത്. എന്നാൽ ഒരു സഹോദരി ദൈവാലയത്തിൽ വന്നപ്പോൾ നല്ല വെട്ടിത്തിളങ്ങുന്ന വെണ്മയുള്ള നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട്, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരികയാണ്. അവിടെ ആരാധന കഴിഞ്ഞിട്ട് അടുത്തിരുന്ന സഹോദരിക്ക് ഒരു ചോദ്യം ഇവരോട്, എടി നീ എന്താണടി ഈ വസ്ത്രം നനയ്ക്കുന്ന സമയത്ത് ഏത് സർഫാണ് നീ ഉപയോഗിക്കുന്നത്, ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അവിടെ പറയുകയുണ്ടായി, ഞാൻ സർഫും ഒക്കെ കുറച്ചൊക്കെ ഉപയോഗിക്കുള്ളൂ, പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത ഇല്ല. ഞാൻ തന്നെ കല്ലിൽ ഇങ്ങനെ അടിക്കും, കല്ലിനെ ഇങ്ങനെ അടിക്കും. അടിക്കുന്നത് ആരെ ഓർത്തിട്ടാണ്, എൻ്റെ അമ്മാവി അമ്മയെ ഓർത്തിട്ടാണ് ഞാൻ ശക്തമായിട്ട് ഇങ്ങനെ അടിക്കും. അടിക്കുന്ന സമയത്ത് അതിൽ നിന്നും അഴുക്ക് പോകും. അതൊരു കോമഡിയായിട്ട് തന്നെ രസകരമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം അവിടെ അമ്മാവിയും മരുമകളും തമ്മിൽ പ്രശ്നമാണ്. അതുകൊണ്ട് പലപ്പോഴും ചോദിക്കും, നീ എന്താ അടിയെ, നിന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തായി, നിന്റെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ ഇങ്ങോട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് നേരത്തെ കൂട്ടി പറഞ്ഞത്. ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്, ഈ വക്കുടഞ്ഞാൽ
അതിനെ ശരിയാക്കുവാൻ ഈ കുശവന് മാത്രമേ കഴിയുള്ളൂ. അതായത് ഇതിനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ക്ലേശങ്ങൾ വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ, ഇതിനെല്ലാം സമാധാനം തരുവാൻ സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഒരു കൊച്ചുമകൻ, ഒരുപക്ഷെ ഒരു വൈകല്യമുള്ളതായിട്ടുള്ള ഒരു കൊച്ചുമകൻ, അവരുടെ പേരാണ് ആദിത്യ സുരേഷ്. ആ മകൻ ഒരു മനോഹരമായ പാട്ട് പാടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു ശുശ്രൂഷയിൽ ഇടയ്ക്കിടയ്ക്ക് എന്താണ് പാട്ടുകളൊക്കെ പാടി. എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടാറുണ്ട്. അപ്പോൾ ആ കൊച്ചു മകൻ ആദിത്യ സുരേഷ് അത് പാടിയിട്ടുള്ള ഒരു പാട്ടിൻ്റെ വരി എന്നെ വല്ലാത്ത രീതിയിൽ എന്താണ് തൊട്ടുണർത്തിയതായിട്ടുള്ള വരികളാണ്. അവൻ പാടിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നീച്ചയും. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നീച്ചയും. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാം മണ്ണല്ലയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാം മണ്ണല്ലയോ. പ്രിയമുള്ളവരെ, എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാട്ട് അവൻ പാടിക്കൊണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് കണ്ണുനീര് വന്നു. കാരണം ഒരു വൈകല്യമുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിത് പാടിയപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതാണ്, അംഗവൈകല്യം സംഭവിച്ച ആ കുഞ്ഞിൻ്റെ അവസ്ഥ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാം മണ്ണല്ലയോ. പിന്നീട് അതിനുശേഷം ഈ പാട്ട് പാടിയതിനു ശേഷം യൂട്യൂബിൽ നോക്കിയാൽ ഈ പ്രിയപ്പെട്ട കുഞ്ഞ് ഒത്തിരി പാട്ടുകൾ എഴുതിയിരിക്കണം ദൈവനാമ മഹത്വത്തിന് വേണ്ടി. നമുക്ക് ഒത്തിരി വൈകല്യങ്ങൾ ഉണ്ടാകാം, ഒത്തിരി കുറവുകൾ ഉണ്ടാകാം, ഒത്തിരി പോരായ്മകൾ ഉണ്ടാകാം. കർത്താവിലേക്ക് നിങ്ങൾ കൊടുക്കുക. കർത്താവിലേക്ക് കൊടുത്താൽ തീർച്ചയായും അവൻ നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും അനുഗ്രഹമുള്ളതായ വ്യക്തിത്വങ്ങളാക്കി മാറ്റുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് കോവിഡ് വന്ന് ഏകദേശം 4 ആഴ്ച വരെ കംപ്ലീറ്റ് എൻ്റെ സൗണ്ട് എന്നാണ് അടഞ്ഞിരുന്നതായ ഒരു വ്യക്തിയാണ്. കംപ്ലീറ്റ് സൗണ്ട് അടഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ കോവിഡിന്റെ സമയത്തൊക്കെ എനിക്ക് ശുശ്രൂഷ നടത്തുവാൻ പോലും, ഓൺലൈൻ പോലും ശുശ്രൂഷ നടത്തുവാൻ കഴിയില്ലാത്തതായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്, കർത്താവേ എനിക്ക് എന്താണ് ശബ്ദം തുറന്നു തരണമേ. ഇടയ്ക്കൊക്കെയും ചിലപ്പോൾ പ്രസംഗത്തിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ശബ്ദമടയാറുണ്ട്, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ശബ്ദമടയാറുണ്ടെങ്കിലും കർത്താവെ അങ്ങയുടെ നാമമുഖത്തിന് വേണ്ടി മാത്രമായിരിക്കട്ടെ, കർത്താവെ അങ്ങയുടെ നാമമുഖത്തിന് വേണ്ടി മാത്രം പാടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്നുള്ളത് മാത്രമാണ്. അതുമാത്രമല്ല, ജീവൻ പോകുന്നവരെയും കർത്താവിന് വേണ്ടി പാടുവാൻ, കർത്താവിൻ്റെ നാമമുഖത്തിന് വേണ്ടി. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവര് എന്നെക്കാളും നല്ല പാടുന്ന ഒത്തിരി പേരുണ്ടാകാം. എനിക്കതാണ് കൊച്ചു കഴിവുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ ആദ്യം ഒട്ടും പാടില്ലായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ പാടുവാൻ കൃപ തരണമേ, അല്പമെങ്കിലും ഒന്ന് പാടുവാൻ കൃപ തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ്. എന്നാൽ ദൈവം തമ്പുരാൻ ഇന്ന് പാടുവാൻ മാത്രമല്ല, പാട്ടുകൾ എഴുതുവാനും അതിന് ഈണം നൽകുവാനുള്ള കൃപ പോലും ദൈവം തരുന്നുണ്ട്. ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ദൈവം ഇത്രമാത്രം നമ്മെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ദൈവം. അതുകൊണ്ട് വക്കുടഞ്ഞാലും ആ വക്കുകളെല്ലാം അതിനെ ശരിയാക്കുവാൻ ഈ കുശവന് കഴിയും. നമ്മുടെ ജീവിതം എന്താണ്? ഒരുപക്ഷെ ഈ ഒരു കുടത്തിന്റെ ഒരു വക്കെന്ന് പറയുന്നത് അതിന് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളതാ ഇല്ലേ? നമുക്ക് കാനാവിലെ കല്യാണ വീട്ടിൽ നോക്കുമ്പോൾ വക്കോളം ആ കൽപാത്രങ്ങളെല്ലാം അവർ നിറച്ചു എന്നാണ് ഇല്ലേ? വക്കോളം അതിൻ്റെ നിറവാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങൾ നമുക്ക് ഉയരുവാൻ കഴിയുന്നില്ല, നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് വരുന്നു. പക്ഷേ നമ്മുടെ ജീവിതങ്ങളെ ശത്രുവാകുന്ന സാത്താൻ നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തെ തല ഉയർത്തി നിൽക്കുവാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെതായ അവസ്ഥകളെല്ലാം വക്കുകൾ ഉടച്ചിരിക്കുന്നതായ അവസ്ഥകൾ, ഒരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നെങ്കിൽ ഈ കുശവിലേക്ക് കൊടുത്താൽ നമ്മുടേതായ ഈ വക്കുകളെ, നമ്മുടെ ജീവിതത്തെ തല ഉയർത്തി നിൽക്കുവാൻ ശത്രുക്കളുടെ മുമ്പാകെയും മേശ ഒരുക്കുന്നതായിട്ടുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ കഴിയുള്ളവനാണ്. മറ്റൊരു കാര്യം നോക്കുമ്പോൾ, ഈ കളിമണ്ണ് കുഴക്കുന്ന സമയത്ത് ഈ കുശവന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കളിമണ്ണ് കുഴക്കുന്നതായിട്ടുള്ള വേളയിൽ ഇതിൽ കരടുകൾ ഉണ്ടാകാം. ഈ കരടുകളും മറ്റ് പലതരത്തിലുള്ളതായിട്ടുള്ള ചെറിയ മറ്റ് വേരുകളുടേതായിട്ടുള്ള ചെറിയ കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഇത് ഇരിക്കുന്നിടത്തോളം ഇതിനെ നല്ല കുടമാക്കി മാറ്റുവാൻ കഴിയില്ല. അതിൻ്റെതായിട്ടുള്ളതായിട്ടുള്ള എല്ലാം എടുത്ത് മാറ്റുകയാണ്. എടുത്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ കുഴച്ച് അത് കുടമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രമാക്കി മാറ്റുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്.
കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ ഇഷ്ടപ്രകാരം എൻ്റെ ജീവിതത്തെ ഒന്ന് പണിയുവാൻ കഴിയണമെന്നുള്ള പ്രാർത്ഥന ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇതിനെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, ഈ കളിമണ്ണിനെ തന്നെ എടുത്തിരിക്കും ചോദിച്ചാൽ, ഈ കളിമണ്ണ് വഴുവഴുപ്പുള്ളതാണ്, അല്ലെ? വഴുവഴുപ്പുള്ളതാണ്, ജലാംശമുള്ളതായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ജീവിതത്തോടുകൂടെ ഇന്ന് രാത്രി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ജലത്തെക്കുറിച്ച് പറയുന്നത് വചനത്തിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെതായ വചനം ആണ് ഈ ജീവന്റെ ജലം. ഇത് വഴുവഴുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക്, കർത്താവെ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ വഴുവഴുപ്പുണ്ട് കർത്താവെ, പക്ഷേ ഞാനിതാണ് ഇത് ഞെളിപ്പോകാം, എൻ്റെ ജീവിതത്തിൽ എന്താണ് ശരിയായ തരത്തിൽ രീതി വരുവാൻ കഴിയില്ല. പക്ഷെ അങ്ങയുടെ കരങ്ങളിലൂടെ എൻ്റെ ജീവിതം കയറി ഇറങ്ങുമ്പോൾ, അങ്ങയുടെ കരത്തിലൂടെ ഉള്ളം കയ്യിൽ വസ്തു പോലെ അങ്ങനെ വഹിച്ചിരിക്കുന്ന ദൈവമാണല്ലോ, അങ്ങയുടെ കരത്തിലേക്ക് ഞാൻ തന്നിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ ശരിയാക്കി മാറ്റുവാൻ കഴിയും. എന്നിട്ട് ഈ കുറച്ച് കഴിയുമ്പോൾ പാത്രം ചെയ്തിട്ട് ഇതിനെന്താണ്, തീച്ചൂളയിലേക്ക് കേൾക്കും. ഈ തീച്ചൂളയിലേക്ക് കേൾക്കാതിരുന്നാൽ ഈ പാത്രത്തിന് ശരിയായ തരത്തിലുള്ള ദൃഢത ഉണ്ടാക്കത്തില്ല. ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതം, ഈ കർത്താവായ യേശുക്രിസ്തുവും ഇതുപോലെ തന്നെയാണ്. കാൽവരി ക്രൂശിലൂടെയും നോക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ തന്നെ കാലിക്കൂട് മുതൽ കാൽവരിയോളം തന്നെ ജീവിതഗാഥ പാടിയ കർത്താവിന്റെ ജീവിതത്തിൽ കഷ്ടതകളാകുന്ന സഹനങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലൂടെ പറയുന്നതായ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റുകൊടുത്താൽ, തീച്ചൂളയിൽ വയ്ക്കുമ്പോൾ കരടോ കല്ല് കഷ്ണങ്ങളോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ വിള്ളലുകൾ വീഴും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഈ കുശവന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. ഈ കുശവൻ ഈ ചക്രത്തിന്മേൽ വെച്ച് അതിനെ ശരിയാക്കി മാറ്റുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈ വചനത്തിനു മുമ്പാകെ നമ്മുടെ ജീവിതങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, ഈ വചനമാകുന്നതായ ചക്രത്തിന്മേൽ നമ്മുടെ ജീവിതങ്ങളാക്കുമ്പോൾ, ഇതിൽ വെച്ച് നമ്മുടെ ജീവിതം പണിയപ്പെടുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, അതിന്റെ വക്കുകൾ ഉടഞ്ഞെങ്കിൽ അതിനെ ഞഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ രൂപപ്പെടുത്തുവാനായിട്ട് ഈ വചനത്തിലൂടെ കഴിയും. ഈ വചനമാകുന്ന ചക്രത്തിലൂടെ കഴിയുമെന്നത് കാണണം. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തെ തൊട്ട് സംസാരിക്കുവാൻ കഴിയണം. വചനം ജീവിതാനുഭവമായി മാറുവാൻ കഴിയണം. സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതായ ഈ ദൈവത്തിന്റെ വചനം, ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ ആയിത്തീരണമെന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഒരുപക്ഷെ എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, നിന്റെ ഇഷ്ടം തന്നെ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാക്കണമെന്ന് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുവാൻ കഴിയുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പാട്ടിലൂടെ പാടുന്നത്, സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ, നിൻഹിതം ചെയ്തോനാം നിൻസുതനെ പോലെ ഇന്നും ഞാൻ വരുന്നു നിൻഹിതം ചെയ്യുവാൻ എന്നതാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന ആ ഒരു ചാൻസ് നമുക്ക് പാടാം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് രാത്രി പറയുവാൻ കഴിയണം, കർത്താവേ, എൻ്റെ ഈ ജീവിതം ഒരു കളിമണ്ണ് പോലെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ പാത്രത്തെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു. അങ്ങ് എന്താണോ എന്നെ കുറിച്ചുള്ള ഇഷ്ടം അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ആരെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അവർ ഉന്നതമായ സ്ഥാനങ്ങളെത്തണമേ, എനിക്ക് അത് തരണമേ ഇത് തരണമേ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, കർത്താവേ, അവിടുത്തെ ഇഷ്ടം എന്താണ് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ആകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും കഴിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ശോധന ചെയ്യുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തേതായ ഉദാഹരണത്തിലൂടെ പറഞ്ഞു, ആ മനുഷ്യന്റെ ജീവിതത്തിൽ പറയുവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതെന്താണ്, അദ്ദേഹത്തിന്റെ ഭാര്യയോടുകൂടെ പിണങ്ങിയപ്പോൾ, മക്കളോടുകൂടെ പിണങ്ങിയപ്പോൾ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചതായ ഒരു പാത്രമാണ് അദ്ദേഹം അതിനെ ഒന്ന് ക്രമപ്പെടുത്തി വെച്ചെങ്കിൽ നമ്മൾ ഇതുപോലെ ഉടഞ്ഞു പോയ അവസ്ഥയായിരിക്കാം. അതെന്താണ്, അതിന്റെ ഓട്ടക്കഷ്ണങ്ങളെല്ലാം പിറക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതുപോലെ ദാരിദ്ര്യം കൊണ്ടും ജീവിതത്തെ തന്നെ മാരകമായ രോഗങ്ങൾ ബാധിച്ചും ജീവിതത്തിൽ മറ്റു പല പ്രശ്നങ്ങളോടുകൂടെ കുടുംബത്തിൽ തന്നെ സമാധാനമില്ലാത്ത അവസ്ഥകൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളായിരിക്കാം, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതുപോലെ അമ്മാവിയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതുപോലെ കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളതായ ഈ സാഹചര്യത്തിൽ ഉടഞ്ഞതായ തവിട് പൊടിയായ ഒരു പാത്രം പോലുള്ള ഒരു അവസ്ഥയായിരിക്കാം.
ഇതിൻ്റെ നടുവിലും പ്രവർത്തിക്കുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് കഴിയും. ഇതിനെല്ലാം കൂട്ടി യോജിപ്പിക്കുവാൻ തക്കവണ്ണം ഈ കുശവന് കഴിയും. പ്രിയമുള്ളവരെ, നമുക്കിതിനെ മനസ്സിലാക്കുവാൻ കഴിയും. ചിലർക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഈ അസ്ഥികളെല്ലാം അത് പീസായി പല ആശുപത്രി കൊണ്ടുപോയി അതിനെ ജോയിന്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ ഉണ്ടാക്കിയതായിട്ടുള്ള കർത്താവിനറിയാം നമ്മുടേതായിട്ടുള്ള രോഗങ്ങൾ, നമ്മുടേതായ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതം, കർത്താവെ, ഞാൻ ഇതുപോലെ ഈ പാത്രം ഉടഞ്ഞ് ചില്ലായിരിക്കുന്ന പോലെ, അതിനെ ഒട്ട് കഷ്ണം പോലെ ആയിരിക്കുന്ന പോലെ എൻ്റെ ജീവിതം ഇതുപോലെ ആയിരിക്കുന്ന കർത്താവെ, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഇതിൽ ഒരു അല്പം ഒരു തുള്ളി വെള്ളം പോലും നിൽക്കത്തില്ല, ഒരു സാധനം പോലും എടുത്തു വയ്ക്കാൻ കൊള്ളത്തില്ല കർത്താവെ. എൻ്റെ ജീവിത ബോധവിലായിരിക്കുന്നു. ഞാൻ ഉയരുവാനായിട്ട് ശ്രമിച്ചിട്ട് എന്നെ കൊണ്ടത് പറ്റുന്നില്ല കർത്താവെ. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായ എൻ്റെ ഹിതം പോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു കർത്താവെ. ഇനി എൻ്റെ ഹിതം പോലെ ഇല്ല, അങ്ങയുടെ ഹിതം പോലെ തന്നെയാണ്. അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു പറയുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ഓർക്കുവാൻ കഴിയണം, കർത്താവെ, ഇന്ന് രാത്രിയിൽ ഒന്ന് പണിയണമേ, എന്നെ ഇന്ന് രാത്രി ഒന്ന് പണിയണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് പണിയണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. തമിഴില് കുശവന് കൂയവനെ എന്നാണ് പറയുന്നത്, കൂയവനെ എന്നാണ്. ഒരു പക്ഷെ നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ആ മനോഹരമായിട്ടുള്ളൊരു തമിഴ് ഗാനമുണ്ട്. കൂയവനേ കൂയവനേ പടപ്പിൻ കാരണനേ കളിമണ്ണാന എന്നെയും നീ കണ്ണോക്കി പാത്തിടുമേ വേറുമയാന പാത്തിര ഞാൻ നേരത്തി സേടുമേ നീറമ്പി വഴി പാത്തിരമാ എന്നെയും പ്രിയമുള്ളവരെ പറയുന്നത് നോക്കുക, ഞാൻ വെറുമയായൊരു പാത്രമാണ്. വെറുമായ ഒരു പാത്രം എല്ലാവരും കാണുമ്പോൾ ഇത് നല്ലൊരു പാത്രം എന്ന് തോന്നാം. പക്ഷെ അതിൽ നോക്കുമ്പോൾ വിള്ളലുകൾ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിള്ളലിൽ നിന്നും ഒരു പ്രയോജനമില്ല, പാത്രമായിട്ട് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധയെ, ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് രണ്ട് സൈഡിലും ഈ കുടം ഇങ്ങനെ ഒരു കമ്പൊക്കെ ഇങ്ങനെ വെച്ച് രണ്ട് സൈഡിൽ രണ്ട് കുടങ്ങൾ തൂക്കിയിട്ട് പോവുകയാണ്. ഈ കുടത്തിൽ ഒരു കുടമെന്ന് പറയുന്നത് വളരെയധികം വിള്ളൽ സംഭവിച്ചതാണ്, പൊട്ടിയ കുടമാണ്. എന്നാലും ഈ കർഷകൻ അദ്ദേഹം നദിയിൽ നിന്ന് വെള്ളം കോരി അദ്ദേഹം ഈ വഴിത്താരയിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഈ വഴിത്താരയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായ സമയത്ത് ഒരു കുടത്തിലുള്ളതായ വെള്ളം അവിടെ എത്തുമ്പോൾ, ഈ കൃഷിസ്ഥലത്ത് എത്തുമ്പോൾ എല്ലാം തീരും. ഒരു സൈഡ് മാത്രം ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ താഴ്ന്നിരിക്കും. എങ്കിലും ഈ കുടം അദ്ദേഹം ഉപേക്ഷിക്കാത്ത എന്താണ്? ഒരു ദിവസം ഈ വിള്ളൽ സംഭവിച്ച കുടം, പൊട്ടിയ കുടം, ഈ ഉടമസ്ഥനെ നോക്കിയിട്ട്, കൃഷിക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ കൃഷിക്കാരാ, അല്ലയോ ഉടമസ്ഥനെ, നിങ്ങൾ എന്തിനാണ് എന്നെ ഈ വിള്ളൽ പൊട്ടിയ, അല്ലെങ്കിൽ എന്താണ് ഈ വിള്ളൽ സംഭവിച്ചിരിക്കുന്ന ഈ പൊട്ടിയ കുടമായിട്ട് എന്തിനാണ് പോകുന്നത്? ഒരു പ്രയോജനമല്ലല്ലോ, എന്നെ ഒന്ന് കളഞ്ഞേക്ക്. അദ്ദേഹം പറയുകയുണ്ടായി, അല്ലയോ പൊന്നെ, നീ നോക്കുക, നീ പോകുന്നതായിട്ടുള്ള വഴിത്താര നോക്കുക, മനോഹരമായിട്ടുള്ളതായിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് വസന്തോത്സവം തീർത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, നല്ല പച്ചപ്പാട്ട് കിടക്കുന്നതായ ഒരു പുൽമേടാട്ട് ഇവിടെ കിടക്കുകയാണ്. അത് നീയാണ് ഇവിടെ കൂടെ പോയപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഇതിലൂടെ ഈ വെള്ളലിലൂടെ ചോർന്നൊലിച്ചത്. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ അവിടെ പോകുമ്പോൾ എന്നെ യാത്രയെ കൗതുകമാക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, എൻ്റെ യാത്രയെ കൗതുകമാക്കുന്നത് ഈ വസന്തോത്സവമാണ്. ഈ മനോഹരമായിട്ടുള്ള പുൽമേടാണ് എന്നെ ഏറ്റവും ഹൃദയത്തിൽ ആനന്ദപുരിതം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം. നാളെ ഞാൻ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഈ വയലില് അവിടെ നിന്ന് ഈ വെള്ളം കൊണ്ടൊഴിക്കുമ്പോൾ നാളെ അതിൽ നിന്ന് എനിക്ക് ഫലമുണ്ടാകുന്നെങ്കിൽ നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയ കുഞ്ഞെ, ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വിള്ളൽ സംഭവിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം. പാപം കാരണം, അത് മാത്രമല്ല കരട് കാരണം, പാപമാകുന്ന കരട് കാരണം ഈ പാത്രത്തിൽ വിടവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുശവങ്കിലേക്ക് കൊടുത്താൽ ആ വിള്ളല് എല്ലാം തീർക്കുവാൻ, ആ വിള്ളലെല്ലാം മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അകന്നിരിക്കുന്നതായ അവസ്ഥയിലേക്ക് ദൈവം ഇഷ്ടത്തരുന്നതായ പാത്രമാക്കി മാറ്റുവാൻ നമ്മുടെ ജീവിതത്തെ കഴിയാതിരിക്കുന്നതായ ജീവിതമാണെങ്കിൽ ദൈവം തമ്പുരാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്, നമ്മെ ഏറ്റവും അനുഗ്രഹമുള്ള ഒരു പാത്രമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഒടുക കഴിയുമോ? പത്രോസിനെ കുറിച്ച് നോക്കുമ്പോഴും പത്രോസും ഇതുപോലെ പത്രോസിന് പറയാൻ കഴിയും,
ഞാനിതുപോലെ വിള്ളൽ സംഭവിച്ചതായിട്ടുള്ള ഒരു കുടമാണ്. ഞാനിതുപോലെ വിള്ളൽ സംഭവിച്ചതായിട്ടുള്ള ഒരു കുടമാണ്. ഞാൻ കർത്താവിനെ തള്ളിപ്പറയില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞവനാണ്. എന്നാൽ ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പത്രോസ് അതിപുറത്ത് പോയി ദുഃഖത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇന്ന് രാത്രിയിൽ അതുപോലെ ഒരു കരച്ചിൻ്റെ ഒരു അനുഭവത്തോടെ ആയിരിക്കണമെങ്കിൽ, നമ്മുടെ കണ്ണുനീരോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയായിരിക്കുന്നതിൽ, കർത്താവെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി, കർത്താവെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി, കർത്താവെ എനിക്ക് കർത്താവെ എൻ്റെ ജീവിതം ഇതുപോലെ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു തരത്തിലും പ്രയോജനം ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിലൊരു പാത്രമാക്കി മാറ്റുവാൻ എന്നെ കഴിയണമേ. യിരെമ്യാ പ്രവചന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നോക്കുക. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടതാ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്നാണ്. ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് കൂടെ ചെയ്യുവാൻ കഴിയില്ലയോ എന്നാണ് ദൈവവചനം ചോദിക്കുന്നത്. അതെങ്കിൽ ഈ കുശവൻ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മെ നിർമ്മിച്ചതായ ദൈവമാകുന്ന കുശവന് അധികം കഴിയുമെന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന് സകലത സാധ്യമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന് സകലത സാധ്യമാണ്. അവിടുന്ന് ഹാഗറിന്റെ കരച്ചിൽ കണ്ടതായിട്ടുള്ള ദൈവം ആ ബേർശബ മരുഭൂമിയിൽ അവിടുന്ന് ആ ഹാഗറിൻ്റെതായിട്ടുള്ള നിലവിളിയെ കേട്ട, ആ കുഞ്ഞിൻ്റെതായിട്ടുള്ള നിലവിളി കേട്ട ദൈവം നമ്മുടെ കണ്ണുനീരുകളെ കാണുവാൻ മനസ്സിലുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധി തന്നെ നമ്മെ വിനയപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തെ കർത്താവ് ആഗ്രഹിക്കുന്നവനാണ്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും അനുഗ്രഹമുള്ള ജീവിതമാക്കി മാറ്റുവാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് കുശവന്റെ കയ്യിലെ കടിമണ്ണ് പോലെ നമുക്കിന്ന് ഏൽപ്പിക്കെടുപ്പാൻ കഴിയുമോ? കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ കേഴയാമെന്നേ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ കേഴയാമെന്നേ. പ്രിയമുള്ളവർ, ഇന്ന് രാത്രിയിലും ഇതുപോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി നമുക്ക് ഇതുപോലെ, കർത്താവേ എന്നെ കൊണ്ട് കഴിയില്ല, കർത്താവേ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ പാപിയാണ്, പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് ഇന്ന് ആരെല്ലാം ഈ രാത്രിയിൽ നിലവിളിക്കുമോ? തീർച്ചയായും ഈ കർത്താവിന് നമ്മുടെ ജീവിതങ്ങളെ മെനയുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെ മെനയുവാൻ കഴിയും. ഒരുപക്ഷെ തീച്ചുളയുടേതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ആയിരിക്കാം ഇന്ന് നമ്മോടുകൂടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു തീച്ചുളയുടെ അനുഭവം ഉണ്ടായ മാത്രമേ ഈ കർത്താവ് നമ്മെ മെനഞ്ഞെടുക്കുന്നതായ ജീവിത പാത്രം ഏറ്റവും അനുഗ്രഹമായി, ശോഭയുള്ളതായി, വെന്മുള്ളതായി തീരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തീച്ചുള നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. തീച്ചുള നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞുകൂടെ നിർത്തട്ടെ. നമ്മൾ വീട് പണിയുവാൻ, കെട്ടിടങ്ങൾ പണിയുവാൻ ചെയ്യുന്നതായിട്ടുള്ള ഇഷ്ടിക നമുക്കറിയാം. ആ ഇഷ്ടികയുടെ അനുഭവം നമുക്കറിയാം. അതും കളിമണ്ണ് കൊണ്ടൊക്കെ ചെയ്യുന്നതായിട്ടുള്ള കല്ലാണല്ലോ. അതിനെ ഈ ചൂളയിൽ കയറ്റിവെച്ച് തീയിലൂടെ കയറ്റി വരുമ്പോൾ മാത്രമേ അതിലെന്താണ് ചില സൗണ്ടുകളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്, ഇല്ലേ? അത് പിന്നീട് നമ്മൾ നോക്കുമ്പോഴേ നമുക്കറിയാം അതിനെടുത്ത ആ ചേറിൽ നിന്നെടുത്ത് തന്നെ ഇതിനെടുത്ത് വീണ്ടും വിട്ട് കളഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും അതിലേക്ക് അലിഞ്ഞു ചേരത്തില്ല. അത് പ്രത്യേകമായിരിക്കും. അതുപോലെ വ്യത്യസ്തരായിട്ട് ദൈവം നമ്മെ ആഗ്രഹിക്കൂ, വ്യത്യസ്ത ജീവിതം നയിക്കുവാൻ, ക്രിസ്ത്യാനി എന്നുള്ളതായ ജീവിതത്തെ ഈ ലോകത്തിൽ സുഗന്ധം വരുത്തുവാൻ, ഈ ലോകത്തിൽ വെളിച്ചം വരുത്തുവാൻ, ഈ ഭൂമിയുടെ ഉപ്പായിരിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ഏൽപ്പിക്കാം. കർത്താവെ എൻ്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ. അതുകൊണ്ട് കർത്താവെ അവിടുത്തെ സ്വർഗീയ ശക്തി കൊണ്ട് ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തെ ഒന്ന് പണിയണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ. എൻ്റെ ജീവിതത്തോടുകൂടെ അങ്ങ് ഇടപെട്ടതിനായി നന്ദി. കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ തന്നതായ ചിന്തകൾക്കായി സ്തോത്രം എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. കർത്താവ് എന്നെ മെനഞ്ഞു, കർത്താവിൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഞാൻ ഉടഞ്ഞുപോയ ഒരു പാത്രമാണ്. എൻ്റെ ജീവിതം എൻ്റെ വക്ക് പൊട്ടിയതായിട്ടുള്ള അവസ്ഥയാണ്, വിള്ളൽ സംഭവിച്ചതായ ഒരു അവസ്ഥയാണ് എന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ഇന്ന് രാത്രി കഴിഞ്ഞെങ്കിൽ പൂർണ്ണമായും നമ്മുടെ ജീവിതങ്ങളെ
കർത്താവേ അവിടുത്തെ ആ ശക്തി എൻ്റെ ജീവിതത്തിൽ തരണമേ, അവിടുത്തെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ നാട്ടിലുള്ള രോഗമായിരിക്കാം, നമ്മുടെ നാട്ടിലുള്ള ഭാരമായിരിക്കാം, നമ്മുടെ നാട്ടിലുള്ള പ്രയാസങ്ങളായിരിക്കാം, നമ്മുടേതായ കഷ്ടതകളായിരിക്കാം, അതെല്ലാം മാറ്റിത്തരുവാനായിട്ട് ദൈവത്തിന് കഴിയും. ഇവിടെ ഇസ്രായേൽ ഗൃഹത്തോട് പറഞ്ഞു, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. നമ്മൾ അതിനെക്കുറിച്ച് മറ്റുള്ളതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, മറ്റതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചാൽ ഈ കർത്താവ് നമ്മുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹമാക്കി തരുന്ന ദൈവമാണ്. ഈ അന്ത്യകാലഘട്ടങ്ങളിൽ ഇന്ന് കർത്താവിന് അകന്നു പോകുന്നതായ ഒരവസ്ഥയായിരിക്കാം കർത്താവിന് പ്രയോജനം ചെയ്യുന്നതായ ഒരവസ്ഥയാക്കി മാറ്റുവാൻ എന്നെ സഹായിക്കണേ, പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഓർക്കുകയാണ്, കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൈപ്പണിയാണ് ഞാൻ. എനിക്ക് സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ല കർത്താവേ, എനിക്ക് സ്വന്തമെന്ന് പറയുവാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഞാൻ കർത്താവേ പാപിയാണ്, എൻ്റെ ജീവിതത്തോട് മനസ്സിലാണമേ. ഞാൻ പൊട്ടിപ്പോയൊരു പാത്രമാണ്, വക്കൊടഞ്ഞൊരു പാത്രമാണ് കർത്താവേ. അതുമാത്രമില്ല, വിള്ളൽ സംഭവിച്ച ഒരു പാത്രമാണ്. പാപമാകുന്ന കരട് എൻ്റെ ജീവിതത്തിലുണ്ട്. അതിരിക്കത്തോളം എൻ്റെ ജീവിതത്തിൽ ഇത് ശരിയായ തരത്തിൽ എനിക്ക് കർത്താവേ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കുശവൻ ആഗ്രഹിക്കുന്നത് കരടില്ലാത്തൊരു പാത്രമാണ്. അതുപോലെ ഒരുപക്ഷെ കരടായിരുന്ന അവസ്ഥയിൽ നിന്നും ആ കരട് മാറ്റിയ ഒരു വിശ്വാസ ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഒരു ക്രിസ്തീയ ജീവിതം. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ആക്കിയിരിക്കുന്നെങ്കിൽ ഒരുപക്ഷെ യേശുവിനെ അറിഞ്ഞിട്ടും നമ്മൾ ഒത്തിരി പാപം ചെയ്തവരില്ലേ, ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു മാറിയിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക, കരട് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? പാപം ഒത്തിരി നമ്മുടെ ജീവിതത്തിലും ഇന്ന് കുടിച്ചു കൊള്ളുന്നില്ലേ? ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി ഏൽപ്പിക്കാം. കർത്താവേ, ഒന്ന് മെനയണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് മെനയണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് മെനയണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ ഒന്ന് പുതു സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് രാത്രി പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത വചനം കേൾപ്പിക്കാൻ കർത്താവ് കൃപ നൽകി അനുഗ്രഹിച്ചല്ലോ. നന്ദി കർത്താവേ. ഈ കൺവെൻഷൻ യോഗത്തിന്റെ 2ാമത്തെ രാത്രിയിൽ അങ്ങയുടെ വചനം ശക്തമായി കേൾപ്പിക്കുവാൻ അങ്ങയുടെ ഭൃത്യനെ ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രി വചനം കേട്ട ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ അദൃശ്യകരമായ കരം നീട്ടി കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് രാത്രി ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുവാൻ അങ്ങയ്ക്ക് ഇഷ്ടമുള്ള പാത്രമായിട്ട് മെനഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ ഓരോ വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഉടഞ്ഞുപോയ പാത്രമാണെങ്കിലും തകർന്നുപോയ പാത്രമാണെങ്കിലും അന്ന് പുതുക്കി പണിയുവാൻ ഇന്ന് രാത്രിയിൽ ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പാപഭാരത്തോടെ, രോഗബന്ധനങ്ങളോടെ, ജീവിതത്തിന്റെ നിരാശകളോടെ, പലവിധമായ പ്രതിസന്ധികളോടെ, ഉടഞ്ഞു തകർന്നു പോയ അനുഭവത്തോടെ ഇന്ന് രാത്രിയിൽ ഈ വചനം ഈ ആലയത്തിനുള്ളിലും മാധ്യമങ്ങളിലൂടെ ഇതര രാജ്യങ്ങളിലും സ്ഥലങ്ങളിലുമായിരുന്ന ദൈവത്തിന്റെ വചനം കേട്ട ആ ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ അദൃശ്യകരമായ കരം ഇപ്പോൾ നീട്ടപ്പെടട്ടെ. ആ രോഗികൾ സൗഖ്യമാകട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അകന്നു മാറട്ടെ. തകർന്നുടഞ്ഞു പോയ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കുഴഞ്ഞുപോയ അനുഭവത്തിലായിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ പ്രിയ മക്കളെ ഏൽപ്പിച്ചു തരികയാണ്. അങ്ങേക്ക് ഇഷ്ടമുള്ള പാത്രമായിട്ട് ഇവരെ മെനയണമേ അപ്പാ. ഓ ദൈവകരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കട്ടപ്പ. ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം, മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ നാം നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഇങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കരുതലും നടത്തിപ്പും നാം ഏവരോടും ഇന്നും എന്നും
കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രിയിലും ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.